ഹായ് ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തോട്ട്സ് ഓഫ് ലൈഫ്. അപ്പോൾ കുറേ നാളായിട്ട് വീഡിയോസൊന്നും അങ്ങനെ ഇടാൻ പറ്റാറില്ല. നമ്മളിപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു വെക്കേഷൻ എൻജോയ് ചെയ്യുന്ന മൂഡിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ ഞങ്ങളിന്ന് വന്നിട്ട് 4-5 ദിവസമായല്ലോ വെക്കേഷനായിട്ട്. ഓൾമോസ്റ്റ് വെക്കേഷൻ തീരാറായി എന്ന് വേണം പറയാൻ. അപ്പോൾ അച്ഛമ്മേനെ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ പിടിച്ച് നിർത്തിയതാണ്, ഇനി വെക്കേഷൻ കഴിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട്. അച്ഛമ്മ കുറേ ദിവസമായി വീട്ടിൽ പോകണമെന്ന് പറയുന്നത്. മേമയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്, വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ അവിടെ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മൾ മേമ വന്നിട്ട് അച്ഛമ്മ പോവാമെന്നാണ് കരുതിയത്. ഞങ്ങൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് പോവാമെന്നിങ്ങനെ പറഞ്ഞ് നിർത്തിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ തറവാടും അതുപോലെ തന്നെ കുറച്ച് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ അച്ഛമ്മേനെ തറവാട്ടിലേക്ക് ഞാൻ തന്നെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഒപ്പം അമ്മും നന്ദും ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഞങ്ങളൊരു ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല, കുറച്ചുള്ളൂ. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ച് അങ്ങനെ പോകാമെന്നാണ് കരുതിയിട്ടുള്ളത്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ട് കേട്ടോ ഒരു ഓട്ടോ കിട്ടിയത്. മറ്റേത് ഏത് നേരം ഓട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണേ കാണാം. ഇപ്പം ഞങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ ഒരു ഓട്ടോ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങളൊരു ഓട്ടോ ഒക്കെ പിടിച്ചു, തറവാട്ടിലെത്തി. അപ്പോൾ നമുക്ക് നമ്മുടെ തറവാട് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ തറവാട്. അപ്പോൾ ഈ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ അച്ഛനും അച്ഛമ്മയും അതുപോലെ തന്നെ 2 പാപ്പന്മാരും, അച്ഛൻ മൂത്തതാണ് കേട്ടോ. പിന്നെ അച്ഛനൊരു പെങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നിന്നിട്ടുള്ള വീടാണ്. പിന്നെ ഞാനിവിടെ ഒരു 20 വർഷത്തോളം ഞങ്ങളിവിടെ തന്നെ ആയിരുന്നു. അതിന് ശേഷമാണ് വീടൊക്കെ വെച്ച് മാറിയത്. ഓക്കെ, അപ്പോൾ അത്രയും കാലത്തെ നമ്മുടെ ഒരു ലൈഫിലെ അത്രയും ഭാഗം തന്നെ ഇവിടെ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ വീടും അതുപോലെ തന്നെ വീട്ടിലെ എൻ്റെ ചില ഓർമ്മകളൊക്കെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ പാപ്പൻ്റെ മോൻ വ്യാസുട്ടൻ കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ ഞാൻ അവനെ വല്ലാണ്ട് ശല്യം ചെയ്തില്ല. ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഈ കാണുന്ന പേരമരമില്ലേ, ഈ പേരമരത്തിലെ പേരയ്ക്ക അധികവും ഞാൻ തന്നെയാണ് കഴിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നത്. കാരണം ചെറിയൊരു പേരമരമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കൈകൊണ്ട് പൊട്ടിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ആ പേരയ്ക്ക നിന്നിരുന്നത്. അതിന് താഴെ ഒരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് സ്ഥിരമാണ് രാവിലെ എണീറ്റ് വന്നിട്ട് ആ പേരച്ചോട്ടിലിരുന്നിട്ട് ഊഞ്ഞാലാടിക്കൊണ്ട് പല്ലേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കായകൾ കുറവാണെന്നാണ് അച്ഛമ്മ പറഞ്ഞത്. പിന്നെ ഈ കാണുന്ന മീനാമ്പഴത്തിൻ്റെ മരം, ഇത് മുകളിൽ റൂമിലിരുന്ന് പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ചില്ലങ്ങണ്ട് ടെറസിക്ക് ചാഞ്ഞ് നിൽക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് മീനാമ്പഴം പൊട്ടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ടേബിളിൽ പഴുപ്പിക്കാൻ വേണ്ടി വെക്കും. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് കുറേ പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും നന്നായിട്ട് കായകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു പേരമരം കൂടി നിൽക്കുന്നത് കാണുന്നുണ്ട്. ഞാനുള്ളപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ പറമ്പൊക്കെ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അതായത് ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് സ്ഥിരം കളിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത്രയും കാട് അങ്ങനെ അല്ലായിരുന്നു ഇവിടെ. നമുക്ക് സുഖമായിട്ട് കളിക്കാനൊക്കെ പറ്റിയ, ഒളിച്ച് കളിക്കാനും അതുപോലെ ഓടിക്കളിക്കാനൊക്കെ പറ്റിയ സ്ഥലമായിരുന്നു. ഇപ്പോൾ അവിടെ എന്തൊക്കെ കൃഷികളൊക്കെ വാഴയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഭാഗത്ത് ഞാനൊരു സ്പെഷ്യലായിട്ടൊരു സാധനം കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അതിപ്പോൾ അവിടെ കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ ഇനി ഏതെങ്കിലും ഒരു സമയത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ ഇതാ ഈ കാഞ്ഞിരത്തിൻ്റെ മരം, ഈ കായയില്ലേ, കാഞ്ഞിരക്കായ, ഇത് ഞങ്ങൾ ചെറുപ്പത്തിൽ എന്ത് ചെയ്യുന്നറിയോ, എന്താ പറയുക, കളിക്കുന്ന സമയത്ത് ഇത് കല്ലിൽ ഇട്ടുടയ്ക്കും. അതായത് അത് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് നന്നായിട്ട് പഴുത്ത കായാണെന്നുണ്ടെങ്കിൽ അത് കല്ലിൽ ഉടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചിന്നിച്ചിതറും. അത് കാണാനുള്ളൊരു രസം അങ്ങനെ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഇപ്പോൾ കുറേ മരങ്ങളൊന്നും ഇല്ല കേട്ടോ. അവിടെ ഒരു പ്ലാവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാനില്ല. പകരം ഒരു മാവ് നിൽക്കുന്നുണ്ട്. പിന്നെ ആ കാണുന്ന 2 വീടുകളുണ്ട്, നേരെ കാണുന്ന. അപ്പോൾ അവരാണ് കേട്ടോ നമ്മുടെ അടുത്ത വീട്ടിലുള്ളവർ. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ഉള്ള അത്രയും എന്താ പറയുക, ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ ഇപ്പോൾ ഒരു പുളിമരം ഉണ്ട്. ആ പുളിമരത്തിൽ നിന്ന് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് നല്ല പുളി കുഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മു നന്ദൊക്കെ എടുത്ത് കഴിച്ചുകൂടാ. എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ പുളി ഇങ്ങനെ എന്താ പറയുക പച്ചയ്ക്ക് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നിന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ നമ്മുടെ പ്രജേട്ടനെ കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ അയൽവാസികളായിട്ട് നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷനാണെന്ന്. അപ്പോൾ പ്രജേട്ടനായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ എന്താണ് പരിപാടി എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ആൾ ജോലിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇടയ്ക്ക് കാണാറുണ്ട്, പക്ഷേ എന്നാലും അങ്ങനെ കൂടുതൽ നേരം സംസാരിക്കാനൊന്നും പറ്റാറില്ല. വണ്ടിമേൽ പോകുമ്പോഴൊക്കെ ആവും മിക്കവാറും കാണാം. അങ്ങനെ പ്രജേട്ടൻ ജോലിക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ.
അപ്പോൾ പറമ്പിൽ കൂടുതലൊന്നും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെയൊക്കെ നന്നായിട്ട് പുല്ല് മുളച്ച് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ആ പഴയ കോഴിക്കോട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാമിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ കോഴികളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കോഴിക്കോട് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ചെറുപ്പത്തിൽ ഇടയ്ക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പാമ്പ് വന്ന് കിടന്നിട്ട് കോഴിക്കുട്ടികളൊക്കെ വിഴുങ്ങി കിടക്കുന്നുണ്ടാവും. പിന്നെ അച്ചമ്മ കോഴിക്കുട്ടികളൊക്കെ വിരിയിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അത് കുറേ കോഴിക്കുട്ടികളുണ്ടാവും. അതൊക്കെ നല്ല രസമാണ്, കയ്യിലൊക്കെ എടുത്ത് നടക്കും കേട്ടോ. പിന്നെ അവിടെ തറവാടിൽ അച്ചമ്മയ്ക്ക് ഒരു പശു ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ തൊഴുത്ത് വിറക് വരെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് ഇവിടെ കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതൊരു ക്രേസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മുറ്റത്ത് മണ്ണ് കൊണ്ട് അച്ചമ്മ അങ്ങനെ മുറ്റമൊക്കെ നല്ല തേച്ച് ഭംഗിയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ മതിലിൻ്റെ സൈഡിലൊക്കെ നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് എന്താ പറയുക, കുറേ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ട് ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഇങ്ങനെ ചെടികൾ വെക്കാനും ഒക്കെ നോക്കാനും ഒക്കെ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു കേട്ടോ. പിന്നെ തറവാട്ടിൻ്റെ ഉമ്മറത്തൊരു മാവുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് കുട്ടികളോട് വിരോധമുള്ളൊരു മാവായിട്ട് എനിക്ക് തോന്നിയത്. ഞങ്ങൾ കല്യാണം കഴിച്ച് പോകുന്നവരെ ആ മാവുമ്മ ഒരു കായ പോലും ഉണ്ടായിട്ടില്ല, ഒരു മാങ്ങ പോലും ഉണ്ടായിട്ടില്ല കേട്ടോ. കുറേ കാലം കഴിഞ്ഞ്, അതായത് എൻ്റെയും ചേച്ചിയുടെയും വിജിലയുടെയും ഒക്കെ കല്യാണം കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആ മാവിൽ മാങ്ങ ഉണ്ടാവാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ അടുത്ത് ആ മരം എന്തായി, ഒന്നാകെ കടപുഴകി വീഴുകയും ചെയ്തു. വളരെ കുറച്ച് കാലം മാത്രം മാങ്ങ ഉണ്ടായുള്ളൂ കേട്ടോ. മാങ്ങ ഉണ്ടായപ്പോഴൊക്കെ അച്ചമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ വരുമ്പോൾ, തറവാട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്ക് മാങ്ങ കിട്ടിയിരുന്നു. അപ്പോൾ ആ മാങ്ങ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് കിട്ടി. പിന്നെ അവിടെ അച്ചച്ചൻ്റെ ചായക്കടയുടെ ഭാഗത്തായിട്ട് കുറച്ച് പെയിൻറ്റിങ്സ് നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഉദയേട്ടനാണ് കേട്ടോ ഈ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ളത്, ഉദയൻ എടപ്പാൾ. അപ്പോൾ അതിൻ്റെ ഇപ്പോഴും 10 വർഷം 12 വർഷം പഴക്കമുണ്ട്, എന്നാലും ചിത്രങ്ങളൊക്കെ എപ്പോഴും അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പറമ്പൊക്കെ ചുറ്റി വന്നപ്പോൾ മേമ നല്ല വെള്ളം ഉണ്ടാക്കി തന്നു. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു. സമയം കുറച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളിനി തിരിച്ചു പോകുന്നത് ഓട്ടോയിലല്ല, ഞങ്ങൾ നടന്ന് പോവാണ്. അപ്പോൾ വന്ന വഴിയല്ലാതെ വേറൊരു വഴിയുണ്ട്. അതിൽ അന്ന് ഞങ്ങൾ പോയിരുന്ന സമയത്ത് പാടായിരുന്നു. ഇപ്പോൾ അവിടെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതുവഴി ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. കുറേ കാലമായില്ല അതുവഴി പോയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ആ വഴി ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ ഫുള്ള് പാടങ്ങളായിരുന്നു കേട്ടോ. നല്ല രസമാണെന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു കാണാൻ. അതായത് നമ്മളെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു വരമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലൂടെ നടന്നിട്ടാണ് നമ്മൾ സ്കൂളിലൊക്കെ പോയിരുന്നത്. പിന്നെ ഇപ്പോൾ അവിടെ കോൺക്രീറ്റ് റോഡ് വന്നിട്ടുണ്ട്, കുറച്ചധികം വീടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സ്ഥലം തന്നെ ശരിക്കും നമുക്ക് എന്താ പറയുക, മാറിപ്പോയ പോലെ ഉണ്ട്. പിന്നെ ഇത് കൂടെ ഒരു വഴി നമ്മുടെ വീട്ടിലേക്ക് ക്രോസ് ചെയ്യാനുള്ളതുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ 2 സൈഡ് മതിൽ വന്ന കാരണം ഞാൻ നന്ദുവിനെ പറഞ്ഞയച്ചു, നമുക്കത് കൂടെ പോകാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ പോയി നോക്കിയപ്പോൾ പറഞ്ഞു അത് കൂടെ പോകാനൊക്കെ പറ്റും, പക്ഷേ ഈ കാണുന്ന വഴി കൂടെ നടക്കാൻ പറ്റില്ല, അവിടെ ആകെ ചെളിയായിരുന്നു. ആ മതിലിൽ കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അവളുടെ ഇത് കൂടെ കയറണ്ട, നമുക്ക് കുറച്ചും കൂടി മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെ വഴി ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന്. കാരണം ഈ സൈഡൊക്കെ പാടങ്ങളായിരുന്നു, ഇപ്പോൾ അതൊക്കെ ഒരു പറമ്പ് രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്.